ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കസ്റ്റാർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ 1/2 ലിറ്റർ ഐസ്ക്രീം വാങ്ങുന്ന കാശ് കൊണ്ട് 2 ലിറ്റർ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഐസ്ക്രീമാണ്, നല്ല ഹൈ ക്വാളിറ്റി ഐസ്ക്രീം. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ട, പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മോളുൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഐസ്ക്രീമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ 1/4 കപ്പ് പാൽ നേരത്തെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും പാലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ബൗളിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. കസ്റ്റാർഡ് മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് വേവിക്കാൻ. പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, കസ്റ്റാർഡ് പൗഡറിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ തിക്കാവും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറൊക്കെ ആയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി നല്ല പോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടയായിട്ടാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. നല്ല സ്മൂത്ത് ആക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റിച്ച് ഗോൾഡിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഷുഗർ ഉള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കണ്ട. അപ്പോൾ 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിന് 125 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ 125 രൂപയുടെ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലിറ്റർ ഐസ്ക്രീം വരെ ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമ്മൾ വിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെയൊന്നും വേണമെന്നില്ല. ഞാൻ അത്യാവശ്യം നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കസ്റ്റാർഡ് മിക്സ് ആണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് സ്മൂത്ത് ആക്കി എടുത്തിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതുകൊണ്ട് തന്നെ ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനൊരു കളറില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് യെല്ലോ കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 2 ഡ്രോപ്സ് ചേർത്ത് നോക്കാം. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഫോട്ടോ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളർ ചേർക്കുന്നത്. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാതെ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കളർ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ കളർ ചേർക്കുന്നുണ്ട്. ഒരു 4 ഡ്രോപ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കുഴപ്പമില്ലാത്ത കളറാണ്. അപ്പോൾ 4 ഡ്രോപ്സ് കളറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിക്കോളും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ സിൽവർ ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യണം കേട്ടോ ഇതിൻ്റെ മൂടി. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നൊരു മൂടി ആയതുകൊണ്ട് ഞാനിപ്പോൾ റാപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി 12 മണിക്കൂർ ഫ്രീസറിൽ വെക്കണത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 24 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ബർത്ത്ഡേൻ്റെ അന്ന് എനിക്കിത് എടുക്കാൻ പറ്റിയില്ല, ടൈമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു സ്കൂപ്പർ എടുത്തിട്ട് സ്കൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ സ്കൂപ്പർ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് കോരിയെടുത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എല്ലാവരുടെ അടുത്തും ഇപ്പോൾ സ്കൂപ്പറൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ.
അപ്പോൾ ഒരു സ്കൂപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല പെർഫെക്റ്റ് ഐസ്ക്രീമാണ് കേട്ടോ. നമ്മൾ ഹൈ ക്വാളിറ്റി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുമല്ലോ, അതുപോലെയുള്ള ഹൈ ക്വാളിറ്റി ഐസ്ക്രീം തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പാലും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, അതൊന്നും ഒറിജിനൽ ഐസ്ക്രീം അല്ല. അതൊക്കെ ജസ്റ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ഐസ്ക്രീം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് ഇനി ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. നല്ല ഐസ്ക്രീമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 500 ഗ്രാം വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്